ഇന്നത്തെ വാർത്താസമ്മേളനം കാണുമ്പോൾ ഈ ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചൊരു യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള സമീപനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടുള്ള ചർച്ച സി പി എമ്മിൻ്റെ നേതൃതലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തോന്നലുണ്ടാക്കുന്നുണ്ടോ? അതോ മുമ്പൊക്കെ പറയുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നു കയറിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള മട്ടിൽ പറഞ്ഞു പോവുക മാത്രം, അത് അവിടെ നിൽക്കുകയാണോ ഇപ്പോഴും? എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ബി ജെ പിയുടെ വളർച്ച അപായകരമായ രീതിയിൽ ആയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ എവിടെയൊക്കെ പോകുന്നു? അതിപ്പോ ഒരു BDJS ശ്രമിച്ചിട്ട് SNDP അല്ലെങ്കിൽ ഈഴവ സമുദായത്തെ മുഴുവൻ BJP യിലേക്ക് അങ്ങോട്ട് പിടിച്ച് തിരിച്ചു വിട്ടു എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവമായിരിക്കും. അപ്പോ അത് BDJS എന്നൊരു സംഘടന കൊണ്ടത് ആ സംഘടനയ്ക്കനുസരിച്ച് ചലിക്കുന്നത് സംഘടനയിൽ ഒരു വിഭാഗം പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തൊലിപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അടിയിലുള്ള ആഴത്തിലുള്ള ഘടകങ്ങൾ മറ്റൊന്നാണ്. അതെന്തുകൊണ്ടാണ്? എന്തൊക്കെ പല കാരണങ്ങളുണ്ട്. അത് പല തലങ്ങളിലുള്ള കാര്യങ്ങളാണത്. സാമൂഹ്യമുണ്ട്, മാനസികമായിട്ടുള്ളതുണ്ട്. പൊതുവെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നടക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം അതൊക്കെ എങ്ങനെയാണ് ഈ വലിയ ഈ മാക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കേരളം പോലെ ഒരു സൂക്ഷ്മ തലത്തിൽ അത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ അത് മാത്രം പോരാ. ഞാൻ പറഞ്ഞത് വളരെ എളുപ്പമാണ്. ഇപ്പൊ BDJS കാരണമാണ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ്, അല്ലെങ്കിൽ പ്രീതി നടേശൻ കാരണമാണ് ഈഴവ സമുദായത്തിലെ ഈ മാറ്റത്തിന് മുഴുവൻ കാരണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ കോംപ്ലിമെന്റ് ആണ്. അവർക്ക് ഈ വലിയ ഉത്ബുദ്ധമായിട്ടുള്ള ഈ സമുദായത്തെ ഇവർ ഈ 2-3 പേര് വിചാരിച്ചെല്ലാം കൊണ്ട് മാറ്റി തീർക്കാൻ പറ്റും. അതിന്റെ അപ്പുറത്ത് വളരെ മൗലികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിന് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെയും പോരായ്മകളുടെയും കാരണങ്ങളുണ്ട്. മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. ജേക്കബ് പറഞ്ഞ പോലെ ഇതൊരു ഒരു പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രകാശ് കാരാട്ടിനെ സീതാറാം യെച്ചൂരിയെയും അവിടെ ഓരോ ജില്ലകളിൽ കൊണ്ട് സമ്മേളനം നടത്തിയോണ്ട് മതിയാകുന്നില്ല ഇതിനുള്ള പരിഹാരം. വളരെ വലിയ മൗലികമായ മാറ്റങ്ങൾക്ക് മൗലികമായിട്ടുള്ള പുതിയ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്നതൊക്കെ സമയമാണ്. അതൊരു തൽക്കാലത്തേക്ക് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാത്രമല്ല, നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം തന്നെയാണ്, ഒരു അസ്തിത്വ പ്രതിസന്ധിയാണ് ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്നത്. അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഈ പറഞ്ഞ പോലെ ഒരു കഴിവും പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഇപ്പോൾ അടിസ്ഥാനപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ അതിനെപ്പറ്റി വലിയ പ്രതീക്ഷ ഇല്ല സത്യത്തിൽ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പുറത്തു കേൾക്കുന്ന ചുരുങ്ങിയ പക്ഷം പാർട്ടി സമിതികളിലെങ്കിലും തുറന്ന അഭിപ്രായ പ്രകടനങ്ങളുടെ ഒരു അംശമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പത്രങ്ങൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ അത്രയും ആശ്വാസകരമാണ്, ശുഭോദർക്കമാണ്. ജനാധിപത്യത്തിന്റെ എല്ലാ പോരായ്മകൾക്കും ഉത്തരം കൂടുതൽ ജനാധിപത്യം മാത്രമാണ്. ആ ജനാധിപത്യം ഇല്ലാതെ പോയതാണ് 20 വർഷത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈ CPM-ന്റെ പ്രത്യേകിച്ചും ആ ജനാധിപത്യത്തെ പൂർണ്ണമായി. അതൊരു പ്രത്യേക നേരത്തെ ജേക്കബ് പറഞ്ഞ പോലെ ഒരു ക്രൈസിസിൽ ഉണ്ടാവുന്ന ഭരണാധികാരി, ഒരുപാട് മോശപ്പെട്ട ഭരണാധികാരികളെ നമ്മൾ വലിയ പ്രതിസന്ധികൾ നമ്മൾ പിന്തുണയ്ക്കും. യുദ്ധങ്ങൾ, മഹാവ്യാധികൾ, അല്ലെങ്കിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ. അതുകൊണ്ടാണ് ഈ വാർ ടൈം പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ചർച്ചിലിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാലിനെ പോലെ 2ാം ലോകമഹായുദ്ധത്തിന്റെ പ്രതിസന്ധിയിൽ സോവിയറ്റ് യൂണിയൻ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആയത്. അപ്പൊ ആ പ്രതിസന്ധിയിലെ ഭരണാധികാരി ആയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഫലപ്രദമായി പ്രവർത്തിച്ചിരിക്കാം. പക്ഷെ അല്ലാത്ത കാലത്ത് എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ 1-2 വ്യക്തിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ഇന്ന് പറയുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും വാസ്തവത്തിൽ ഒരു വലിയ പങ്ക് സംഭാവന ചെയ്തിരിക്കുന്ന ഈ വ്യക്തിയാണ്. ആ വ്യക്തി അതുകൊണ്ട് ഒരു വലിയ കുഴപ്പക്കാരനാണെന്നല്ല, പക്ഷെ ആ വ്യക്തി ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഘട്ടത്തിൽ അതിനെ നയിക്കാൻ പറ്റിയ ആളാണോ എന്നുള്ളതിനെ പറ്റി സംശയമുണ്ട്.